എജ്യുകസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. വരുന്ന PSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടും. വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ എത്ര ശതമാനമാണ് കേരളം ഉള്ളത്? 1.18%. ഭൂവിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ 1.18% കേരളം ഉള്ളത്. കേരളത്തിൻ്റെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിൻ്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. ഇത് ചതുരശ്ര മൈലിൽ 15,005 ചതുരശ്ര മൈലുമാണ്. കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. തമിഴ്നാടാണ് കേരളവുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന അയൽ സംസ്ഥാനം. കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്? വാൾട്ടർ മെൻഡസ്. വാൾട്ടർ മെൻഡസ് ആണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന പരസ്യവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ്. കേരളത്തിൽ ഏത് ഭൂപ്രദേശത്തിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ളത്? തീരപ്രദേശം. കേരളത്തിൽ തീരപ്രദേശ ഭൂപ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രത ഉള്ളത്. തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട്? മുല്ലപ്പെരിയാർ. മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് തമിഴ്നാടിനെ ജലസമൃദ്ധമാക്കുന്ന ഇടുക്കി ജില്ലയിലെ അണക്കെട്ട്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എത്ര? 4.5 ഡിഗ്രി അഥവാ 4 ഡിഗ്രി 30 മിനിറ്റ്. കേരളത്തിൻ്റെ തെക്ക് വടക്ക് അക്ഷാംശങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 4.5 ഡിഗ്രിയാണ്. കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി എത്ര ഡിഗ്രിയാണ്? 2.5 ഡിഗ്രി അഥവാ 2 ഡിഗ്രി 30 മിനിറ്റ്. കേരളത്തിൻ്റെ രേഖാംശീയ വ്യാപ്തി 2.5 ഡിഗ്രിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല? മലനാട്. മലനാടാണ് കേരളത്തിൻ്റെ ഏറ്റവും വലിയ ഭൂമേഖല, ഏകദേശം 48%. മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല? ഇടനാട്. ഇടനാടാണ് മലനാട് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗം? ഉള്ളാടൻ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലായി അധിവസിക്കുന്ന ആദിവാസി വിഭാഗമാണ് ഉള്ളാടൻ. കേരളത്തിലെ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി? കാക്ക. ഹൗസ് ക്രോ. കാക്കയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന പക്ഷി. കേരളത്തിൽ മധ്യതടം മിഡ്ലാൻഡ് ഏറ്റവും കുറവുള്ള ജില്ല? ഇടുക്കി. കേരളത്തിൽ മധ്യതടം ഏറ്റവും കുറവുള്ള ജില്ലയാണ് ഇടുക്കി ജില്ല. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം? ലാറ്ററൈറ്റ്. ഇടനാട്ടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം? 21. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിസ്തീർണത്തിൽ കേരളത്തിന് 21ാം സ്ഥാനമാണ്. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ ഏത് വർഗത്തിൽപ്പെടുന്നു? നെഗ്രിറ്റോ. കേരളത്തിലെ ഏറ്റവും പുരാതന നിവാസികൾ നെഗ്രിറ്റോ വർഗത്തിലാണ് ഉൾപ്പെടുന്നത്. കേരളത്തിലെ 3 ഭൂവിഭാഗങ്ങൾ? മലനാട്, ഇടനാട്, തീരപ്രദേശം. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെയാണ് കേരളത്തിലെ പ്രധാന 3 ഭൂവിഭാഗങ്ങൾ. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? 41.76 മുതൽ 42% വരെ. കേരളത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 41.76 മുതൽ 42% വരെയാണ് ഇടനാട്. കേരളത്തിൻ്റെ എത്ര ശതമാനമാണ് തീരപ്രദേശം? 10%. കേരളത്തിൻ്റെ ഏകദേശം 10%-ഓളമാണ് തീരപ്രദേശം. കുട്ടനാട് പോലുള്ള തീരദേശ താഴ്ന്ന പ്രദേശങ്ങളിലെ
പ്രധാന കൃഷി ഏതാണ്? നെൽകൃഷി. കുട്ടനാട് പോലുള്ള തീരദേശ താഴ്ന്ന പ്രദേശങ്ങളിലെ പ്രധാന കൃഷി നെൽകൃഷിയാണ്. കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം എത്ര മീറ്ററാണ്? 900. കേരളത്തിലെ മലനാടിൻ്റെ ശരാശരി ഉയരം 900 മീറ്ററാണ്. ഇടനാടിൻ്റെ ആകെ വിസ്തീർണം എത്ര ചതുരശ്ര കിലോമീറ്ററാണ്? 16,230. ഇടനാടിൻ്റെ ആകെ വിസ്തീർണം ചതുരശ്ര കിലോമീറ്ററിൽ 16,230 സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്? 250 അടി. സമുദ്രനിരപ്പിൽ നിന്ന് 250 അടി ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്ന് എത്ര അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശങ്ങളിൽ ഉൾപ്പെടുത്തുന്നത്? 25. സമുദ്രനിരപ്പിൽ നിന്ന് 25 അടി വരെ ഉയരമുള്ള പ്രദേശങ്ങളെയാണ് തീരപ്രദേശത്തിൽ ഉൾപ്പെടുത്തുന്നത്. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗം ചോലനായ്ക്കന്മാർ. ഗുഹകളിൽ താമസിക്കുന്ന കേരളത്തിലെ ഏക ആദിവാസി വർഗമാണ് ചോലനായ്ക്കന്മാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗം മലനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഭൂഭാഗമാണ് മലനാട്. തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം മലനാട്. തേയില, ഏലം, കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് മലനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗം ഏതാണ്? ഇടനാട്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിളവൈവിധ്യമുള്ള ഭൂവിഭാഗമാണ് ഇടനാട്. മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി പുനം കൃഷി. പുനം കൃഷിരീതിയാണ് മലയോരങ്ങളിൽ കുറ്റിക്കാടുകൾ വെട്ടിത്തെളിച്ച് ചെയ്തിരുന്ന കേരളത്തിലെ പരമ്പരാഗത കൃഷിരീതി. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗം പണിയർ. കേരളത്തിലെ ഏറ്റവും വലിയ ആദിവാസി വിഭാഗമാണ് പണിയർ. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ ഏത് നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്? കോയമ്പത്തൂർ. കേരളത്തിലെ ശിരുവാണി അണക്കെട്ടിലെ ജലം തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ നഗരത്തിലെ ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്നത് ഏത് ഭൂപ്രകൃതിയിലാണ്? മലനാട്. കേരളത്തിൽ ഉരുൾപൊട്ടലുകൾ ഏറ്റവും വ്യാപകമായി അനുഭവപ്പെടുന്ന ഭൂപ്രകൃതി മലനാടാണ്. പാലക്കാട് ചിറ്റൂർ മേഖലയിൽ മാത്രം കാണപ്പെടുന്ന സവിശേഷമായ മണ്ണിനം ഏതാണ്? കറുത്ത പരുത്തിമണ്ണ്, ബ്ലാക്ക് കോട്ടൺ സോയിൽ. പാലക്കാട് ചിറ്റൂർ മേഖലയിൽ മാത്രം കാണപ്പെടുന്ന സവിശേഷമായ മണ്ണിനമാണ് കറുത്ത പരുത്തിമണ്ണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടൽ. കേരളത്തിൻ്റെ പടിഞ്ഞാറു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടലാണ് അറബിക്കടൽ. മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലനിര പുരളിമല. പുരളിമലയാണ് മലബാറിലെ ആരവല്ലി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലനിര. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഏത് ഭാഗത്താണ് കേരളം? തെക്കു പടിഞ്ഞാറ്. ഇന്ത്യൻ ഉപദ്വീപിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് കേരളം സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ പുതിയ GIS കണക്കുകൾ പ്രകാരം കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 600.15 കിലോമീറ്റർ. കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തിൻ്റെ പുതിയ GIS കണക്കുകൾ പ്രകാരം കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം 600.15 കിലോമീറ്ററാണ്. കേരളത്തിലെ വാർഷിക ശരാശരി താപനില എത്രയാണ്? 25 മുതൽ 27.5 ഡിഗ്രി സെൽഷ്യസ് വരെ. കേരളത്തിലെ വാർഷിക ശരാശരി താപനില 25 മുതൽ 27.5 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ല ഇടുക്കി. ഏറ്റവും കൂടുതൽ മണ്ണൊലിപ്പ് ഭീഷണി നേരിടുന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി ജില്ല.
കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണ് ലാറ്ററൈറ്റ്. ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ കൂടുതലായി കാണപ്പെടുന്ന മണ്ണിനം. മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് ജില്ലകളാണ് മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടാത്ത കേരളത്തിലെ ജില്ലകൾ. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഇടനാട്. ഭക്ഷ്യധാന്യങ്ങൾ, പച്ചക്കറികൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ തുടങ്ങിയവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട്. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകൾ തിരുവനന്തപുരം, നെയ്യാറ്റിൻകര. കേരളത്തിൽ ചെമ്മണ്ണ് കാണപ്പെടുന്ന താലൂക്കുകളാണ് തിരുവനന്തപുരം, നെയ്യാറ്റിൻകര. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ താഴ്ന്നു കിടക്കുന്ന പ്രദേശം കുട്ടനാട്. കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ് കുട്ടനാട്. അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനം കരപ്പാടം മണ്ണിനം. അപ്പർ കുട്ടനാട് പ്രദേശത്ത് കാണപ്പെടുന്ന മണ്ണിനമാണ് കരപ്പാടം മണ്ണിനം. കുട്ടനാട്ടിലെ ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന അമ്ലഗുണമുള്ള കറുത്ത മണ്ണ് ഏതു പേരിൽ അറിയപ്പെടുന്നു? കരിമണ്ണ്. കുട്ടനാട്ടിലെ ചതുപ്പ് നിലങ്ങളിൽ കാണപ്പെടുന്ന അമ്ലഗുണമുള്ള കറുത്ത മണ്ണ് കരിമണ്ണ് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിലെ ഏറ്റവും വ്യാപകവും ആവർത്തിച്ചുണ്ടാകുന്നതുമായ പ്രകൃതി ദുരന്തങ്ങൾ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും. വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലുമാണ് കേരളത്തിലെ ഏറ്റവും വ്യാപകവും ആവർത്തിച്ചുണ്ടാകുന്നതുമായ പ്രകൃതി ദുരന്തങ്ങൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ഏത് തരം ശിലകളാണ്? കായാന്തരിത ശിലകൾ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണുന്നത് കായാന്തരിത ശിലകളാണ്. കേരള വനം വകുപ്പിൻ്റെ ഭരണ നിയന്ത്രണത്തിലുള്ള രേഖപ്പെടുത്തിയ വനപ്രദേശം റെക്കോർഡഡ് ഫോറസ്റ്റ് ഏരിയ RFA സംസ്ഥാനത്തിൻ്റെ മൊത്തം ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 29.66%. കേരള വനം വകുപ്പിൻ്റെ ഭരണ നിയന്ത്രണത്തിലുള്ള രേഖപ്പെടുത്തിയ വനപ്രദേശം സംസ്ഥാനത്തിൻ്റെ മൊത്തം ഭൂമിശാസ്ത്ര വിസ്തൃതിയുടെ 29.66%. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗം ഇടനാട്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂവിഭാഗമാണ് ഇടനാട്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.